ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിരുന്നു, ആരെങ്കിലും നോക്കിയോ? തുറന്നു നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചത് ആരെങ്കിലും നോക്കിയിരുന്നോന്ന്? സർ നോക്കുക, ഓരോ ചാപ്റ്ററത്തെയും നോക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ എവിടെ നിർത്തിയേ? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്, ഒന്ന് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെതായിരുന്നു, ദെൻ ദർ ഈസ് TCS, ദെൻ ദർ ഈസ് TDS അല്ലെ. സോ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയണത്? അതായത് 1.5 crore താഴെ വരുമാനമുള്ള വ്യക്തികളെ നമുക്ക് ഏത് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ബട്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ നമുക്ക് എങ്ങനെയാണ് അത് വരുന്നത്? 75 lakhs ആണ്. പക്ഷെ ആ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് ആൻഡ് ആസാം. ഈ 3 സ്റ്റേറ്റുകളെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ആസാം. ഓക്കെ, ദെൻ പിന്നീട് എന്താ നമ്മൾ പറഞ്ഞത്? കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തൊരു വ്യക്തി എന്തെല്ലാം ചെയ്യണമെന്നാ പറഞ്ഞത്? ലൈക്ക് അവരവരുടെ നെയിം ബോർഡില് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് എഴുതിയിരിക്കണം, അവരുടെ ഇൻവോയ്സുകളില് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് എഴുതിയിരിക്കണം, അവര് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കളക്ട് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അവര് ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടത്താൻ പാടില്ല, പർച്ചേസ് ചെയ്യാം, ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടത്താൻ പാടില്ല, അതേപോലെ തന്നെ ടൊബാക്കോ, എഡിബിൾ ഐസ്, ഐസ്ക്രീംസ് തുടങ്ങിയ എയറേറ്റഡ് വാട്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലൊന്നും ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ലൈസൻസ് കിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത്, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണിനെ കുറിച്ചിട്ട് പറഞ്ഞത്. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺസ് ചെയ്യേണ്ട ഫയലിംഗ് ഏതാ? അവരുടെ ഫയലിംഗ് വരുന്നത് ക്വാർട്ടർലി ആണ്. ക്വാർട്ടർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്തിലെ 18-ാം തീയതിയാണ് അവരുടെ ഫയലിംഗ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ ആണ്, ജൂലൈ 18-ാം തീയതി ആയിരിക്കും അവരുടെ ഫയലിംഗ് വരിക. അപ്പൊ അവര് ഏതാ ഫയൽ ചെയ്യുക? CMP 08 എന്ന് പറഞ്ഞ ഫോമിലാണ് അവർ ഫയൽ ചെയ്യുക. ആൻഡ് CMP 08 പേയ്മെന്റ് നടത്താനുള്ള ഫോമാണ്. അവരുടെ ഫയലിംഗ് ആക്ച്വലി വരുന്നത് വാർഷികമായിട്ടാണ്. വർഷത്തില് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ 30-ാം തീയതിയാണ് ഏത് ഫയൽ ചെയ്യേണ്ടത്? അവരുടെ വാർഷിക ഫയലിംഗ് ആയിട്ടുള്ള GSTR 4 നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? 1.5 കോടിയുടെ താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് 1% ടാക്സ് റേറ്റിൽ, അതായത് മാനുഫാക്ചർ ആണെങ്കിൽ 1%, നമ്മള് റെസ്റ്റോറന്റ് സർവീസ് ആണെങ്കിൽ 5%, അതേപോലെ തന്നെ സർവീസുകളാണെങ്കിൽ 6%. ഇതാണ് അതിന്റെ റേറ്റ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽ എന്താ പറഞ്ഞത്? അവർക്ക് 75 lakh ആണ്. പക്ഷെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽ ആരൊക്കെ പെടില്ല? ഹിമാചൽ പ്രദേശ് പെടില്ല, ജമ്മു ആൻഡ് കാശ്മീർ പെടില്ല, ആസാം പെടില്ല. ഓക്കെ, ദെൻ പിന്നീട് എന്താ പറഞ്ഞത്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺസ് അവരുടെ നെയിം ബോർഡിൽ എന്ത് മെൻഷൻ ചെയ്തിരിക്കണം? അവർ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇൻവോയ്സിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അവര് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പാടില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ടൊബാക്കോ, ഐസ്ക്രീം, എഡിബിൾ ഐസ്, എയറേറ്റഡ് വാട്ടർ പോലെയുള്ള കമ്മോഡിറ്റികളിൽ ഇവര് വിൽപ്പനയോ വാങ്ങുകയോ ചെയ്യാൻ പാടില്ല. ഇവരുടെ ഫയലിംഗ് വരുന്നത് ക്വാർട്ടർലി ആണ്. അതായത് ക്വാർട്ടർ കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസം 18-ാം തീയതി ആയിരിക്കും ഇവരുടെ ക്വാർട്ടർലി ഫയലിംഗ് വരിക. ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യുന്ന ഫോം CMP 08 എന്ന് പറയുന്ന ഫോമാണ്. അത് പേയ്മെന്റിനുള്ള ഫോമാണ്. വാർഷിക ഫയലിംഗ് GSTR 4-ലാണ് ചെയ്യുക. ഏത് ഡേറ്റിലാണ് ചെയ്യുക? ബിഫോർ April 13. ഓക്കെ, ഇതാണ് എന്ത്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, നൗ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണെ കുറിച്ചിട്ട് പറയുന്ന അതേ ടൈമില് we should discuss about this. Now I am only discussing about goods. ഗുഡ്സിലാണ് എന്ത്? 1.5 crore or 75 lakh.
ഓക്കെ, ദാറ്റ് മീൻസ് ഗുഡ്സ് പ്ലസ് മൈനർ സർവീസസ്, അത് ചെറിയ എമൗണ്ട് ഓഫ് സർവീസസ് ഉള്ളത്. ഇത് കംപ്ലീറ്റ്ലി സർവീസ് ആയി മാറുമ്പോൾ ഇതിന്റെ ലിമിറ്റ് എത്രയാ? വിച്ച് ഈസ് 60 lakh. അതായത് ഗുഡ്സിനാണ് ഞാൻ പറഞ്ഞ എന്ത് 1.5 crore 75 lakh ഉള്ളത്. ഇത് തന്നെ സർവീസസിന്റെ കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ അവിടെ എത്രയാ നമുക്ക് ഏത് ലിമിറ്റിന് താഴെയുള്ളവർക്കേ ചെയ്യാൻ പറ്റൂ? 60 ലക്ഷത്തിന് താഴെയുള്ളവരെ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതിനെ എന്ത് വിളിക്കില്ല? കോമ്പോസിഷൻ പേഴ്സൺ എന്നല്ല സർവീസിന് വിളിക്കുക. ദിസ് സ്കീം ഈസ് കോൾഡ് ആസ് പ്രിസംപ്റ്റീവ് സ്കീം. പ്രിസംപ്റ്റീവ് സ്കീം. ഓക്കെ, സർവീസസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് പ്രിസംപ്റ്റീവ് സ്കീം. ഓക്കെ, ഗുഡ്സിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് കോമ്പോസിഷൻ സ്കീം. ഓക്കെ, നൗ കോമ്പോസിഷൻ പേഴ്സന്റെ ടാക്സ് റേറ്റ് എങ്ങനെയാണ്? ഇതൊരു മാനുഫാക്ചറർ ആണെങ്കിൽ ഇറ്റ് ഈസ് 0.5% and 0.5%. That means SGST and CGST in together 1%. ഓക്കെ, ഇത് തന്നെ റെസ്റ്റോറന്റുകളാണെങ്കിൽ ഇറ്റ് ഈസ് 2.5% and 2.5%. ഓക്കെ, അതായത് 5. ദെൻ ഇത് തന്നെ സർവീസിലോട്ട് വരുമ്പോ ഇറ്റ് ഈസ് 3% and 3%, which is 6%. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺസിന്റെ റേറ്റുകൾ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എഴുതിയോ? സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? TCS നെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് TCS? TCS ഈസ് കോൾഡ് ആസ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ആരാണ്? സോ അതിന്റെ ഒരു മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. എഴുതിയില്ലേ ഇതൊക്കെ? Now there is a portal called e-commerce platform, അല്ലേ? Now there is a supplier, not one supplier, there will be many supplier. അവരെന്താ ചെയ്യാ? They will list their products in എവിടെ? e-commerce platform. അവരെന്താ ചെയ്യാ? അവരുടെ പ്രോഡക്റ്റ് ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ആപ്പിലോ ലിസ്റ്റ് ചെയ്ത് വെക്കും.
നൗ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് അവര് ഈ ആപ്പിലൂടെ എന്ത് ചെയ്യും? ഈ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ supplier A and supplier B, they are listing two products, which is a laptop or for example laptop like food items list ചെയ്യാം. ഒരു റെസ്റ്റോറന്റ് 1, റെസ്റ്റോറന്റ് 2, അല്ലെങ്കിൽ ഡിഷ് 1, ഡിഷ് 2. നൗ ഇവിടെയുള്ള X and Y, they are ordering food. ആ ഫുഡ് എത്ര രൂപയുടെ ഫുഡാണ് അവർ ഓർഡർ ചെയ്യുന്നത്? 500 രൂപയുടെ ഫുഡാണ് അവർ ഓർഡർ ചെയ്യുന്നത്. നൗ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ 500 ആരാ കളക്ട് ചെയ്ത് വെക്കുന്നത്? ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് കളക്ട് ചെയ്ത് വെക്കുന്നത്. ഈ 500 രൂപ അവർ ഇങ്ങോട്ട് കൊടുത്തേ പറ്റൂ. ഓക്കെ, നൗ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ഇതിന്റെ ഒരു നിശ്ചിത ശതമാനം പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, എത്ര അവർ പിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ 1% എന്ന് വിചാരിക്കും. സോ 5 റുപ്പീസ് പിടിച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവുക? 495 റുപ്പീസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? ദേ പാസസ് ടു സപ്ലയർ. ഓക്കെ, ബാക്കി വരുന്ന ഈ 5 രൂപ ദേ ഡെപ്പോസിറ്റ് ടു ഗവൺമെന്റ്. ക്ലിയർ? സോ ഈ 495 ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? ഇവർക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്ക്. സോ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ഹോട്ടലിനോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഫുഡ് നിങ്ങൾക്ക് സെൽ ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, നൗ വി നീഡ് എ കമ്മീഷൻ. ഓക്കെ, അതാണല്ലോ അവരുടെ ചാർജ്. സോ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആസ്ക് ഫോർ എ കമ്മീഷൻ ആൻഡ് ഹോട്ടൽ എ ഗിവ്സ് 10 rupees കമ്മീഷൻ ടു ഇ കോമേഴ്സ് ഓപ്പറേറ്റർ. നൗ ഗവൺമെന്റ് ഈ കിട്ടിയ 5 രൂപ എന്താ ചെയ്യാ? ദേ ഗിവ് ഇറ്റ് ടു സപ്ലയർ. സോ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഒരു വ്യക്തി ഇ കോമേഴ്സ് ഓപ്പറേറ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആരോ ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി ഇപ്പൊ ഫുഡോറിന്റെ ആപ്പിൽ കയറിയിട്ട് ഒരു ഡിഷ് രജിസ്റ്റർ ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും അത് മേടിക്കുന്നു. സോ മേടിക്കുമ്പോൾ എന്താ ചെയ്യുക? ഫുഡോറിന്റെ ഡെലിവറി ബോയ് എത്തുമ്പോൾ അവരുടെ കയ്യിലേക്ക് നിങ്ങൾ പൈസ കൊടുക്കും. ഈ പൈസ നേരെ എന്താ ചെയ്യുന്നത്? ഫുഡോറിന്റെ കയ്യിൽ അവൻ എത്തിക്കും. ഫുഡോറിന്റെ കയ്യിൽ ഇത് എത്തിക്കഴിഞ്ഞാല് അതിൽ നിന്ന് 1% പിടിച്ച് ബാക്കിയുള്ള തുക ഫുഡോർ എന്ത് ചെയ്യും? ഹോട്ടലിലേക്ക് കൊടുക്കും. ഓക്കെ, സോ ആ 1% പിടിച്ച തുക ഫുഡോറ് ഗവൺമെന്റിന് കൊടുക്കും ചെയ്യും. ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഇത് തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ കൊടുക്കും. എന്തിനാണ് ഈ പൊട്ടത്തരം കാണിക്കുന്നത്? മൊത്തത്തിലാണ് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത്. എന്താണ് അതിന്റെ ലോജിക്ക്? നിങ്ങൾ 1% ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ ഇനി ഒരിക്കലും ഹോട്ടലിന് കാണിക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോ ഞാനൊരു സാധനം നിങ്ങൾക്ക് വിറ്റു, നിങ്ങൾ എനിക്ക് പൈസയും തന്നു. ഞാനും നീയും നിങ്ങളും ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ട് നിങ്ങൾ പറയാണ്, നീയും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയത് പറയണില്ല, ഞാനും ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത് പറയുന്നില്ല. അപ്പൊ എന്തായി എനിക്ക് ബെനിഫിറ്റ്? എനിക്ക് എന്റെ സെയില് കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ, അങ്ങനെ ഒരു എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗവൺമെന്റിന് ടാക്സ് കിട്ടില്ല. നേരെ മറിച്ചിട്ട് ഇവിടെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്ന് 1% ഗവൺമെന്റിന് കൊടുക്കുന്നതിലൂടെ, ഗവൺമെന്റ് അത് തിരിച്ചു കൊടുക്കുന്നതിലൂടെ ഗവൺമെന്റിന് എന്ത് മനസ്സിലാവും? ഇങ്ങനെ ഒരു സെയില് നടന്നിട്ടുണ്ട് അവിടെ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഹോട്ടലിൽ ഇനി അതിന് ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിന് വേണ്ടിയിട്ടാണ് TCS ആയാലും TDS ആയാലും വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ അത് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുകയോ ഗവൺമെന്റിന്റെ സ്വത്തൊന്നും അല്ല ടാക്സ്. ഓക്കെ, അത് ഗവൺമെന്റ് ഏത് ലെഡ്ജറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ വൺസ് ഈ ട്രാൻസാക്ഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? 500 രൂപയുടെ സെയിലിന് എത്രയാണോ ടാക്സ് വരുന്നത് അയാൾ അടയ്ക്കണം. ഇ കോമേഴ്സ് എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? 10 രൂപ കമ്മീഷനിൽ അയാൾക്ക് എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ളത് അത് ഇ കോമേഴ്സ് ഓപ്പറേറ്ററും അടയ്ക്കേണ്ടതാണ്. ഇതാണ് എന്തിന്റെ ലോജിക്ക്? TCSന്റെ ലോജിക്ക്. അപ്പൊ TCS മനസ്സിലാക്കേണ്ട കാര്യം, TCS ഒരിക്കലും എന്തല്ല, ഗവൺമെന്റിന് നമ്മൾ പേ ഔട്ട് ചെയ്യുന്ന ടാക്സ് അല്ല. ഓക്കെ, TDS ആയാലും TCS ആയാലും ഗവൺമെന്റിന് പേ ഔട്ട് ചെയ്യുന്ന ടാക്സ് അല്ല. അത് എന്തിനുള്ള ഒരു മെക്കാനിസം ആണ്? ഈ ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള
ഒരു മെക്കാനിസം ആണ് TCS ആയാലും TDS ആയാലും. ഇനി എപ്പോഴാണ് TCS പിടിക്കേണ്ടത്? TCS പിടിക്കേണ്ടത് സിമ്പിൾ ആണ്. വെറും 4 സമയത്ത് മാത്രമാണ് TCS പിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഫേമസ്ലി നോൺ ആസ് HATE. Okay, so H is housekeeping service. Housekeeping service. A is accommodation service. T is transportation of passenger service. And E is eatery service. So, ഏതൊക്കെ സർവീസിന് മാത്രമേ TCS പിടിക്കാൻ പാടുള്ളൂ? ഹൗസ്കീപ്പിംഗ്. എന്താ ഹൗസ്കീപ്പിംഗ്? ഹൗസ്കീപ്പിംഗ് എന്താ? പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, ഇങ്ങനത്തെ സർവീസ് ഇ-കോമേഴ്സിലൂടെ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഹൗസ്കീപ്പിംഗ്. അക്കോമഡേഷൻ. എന്താ അക്കോമഡേഷൻ? ഹോട്ടൽസ്, ലോഡ്ജ്, അക്കോമഡേഷൻ സർവീസ് കൊടുക്കുക. ഓയോ ഫേമസ് എക്സാമ്പിൾ. ഒരു ആപ്പ് ഉണ്ടാവും, അതിൽ എല്ലാ റൂമുകളുള്ളവരും ലിസ്റ്റ് ചെയ്യും. അതിൽ നമുക്ക് വേണ്ട റൂം നമുക്ക് സെലക്ട് ചെയ്യാം, എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. മേക്ക് മൈ ട്രിപ്പ്, ഗോഐബിബോ, ട്രിവാഗോ, ഇതൊക്കെ എന്താണ്? അക്കോമഡേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്. 3, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. ഓല, ഊബർ, ഇതൊക്കെ എന്താ? എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ എന്താ? ഓല ആപ്പ് എടുക്കും, ഞങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം, ടാക്സി വരും. നമ്മളവിടെ അല്ലാന്നേ ഉള്ളൂ, സിറ്റീസിലൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. 4, ഈറ്ററി സർവീസസ്. എന്താ ഈറ്ററി സർവീസസ്? ഫുഡോർ, ഈറ്റിക്കോ, ഇതൊക്കെ എന്താണ്? ഇ-കോമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഈറ്ററി സർവീസസ് നടത്തുന്ന ആപ്പുകളാണ്. ക്ലിയർ ആണോ? സോ ഈ 4 സർവീസസോ ഇന്നലെ പ്രസന്റ് രീതിയിലുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. ഈ 4 സർവീസസിൽ മാത്രമേ TCS ഉള്ളൂ. ഓക്കെ, ഈ 4 സർവീസസിൽ മാത്രമേ TCS ഉള്ളൂ. ബാക്കിയുള്ളതിലൊന്നും TCS ആപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണോ? ഓക്കെ, നൗ രജിസ്ട്രേഷൻ എപ്പോ എടുക്കണം? ഓക്കെ, രജിസ്ട്രേഷൻ എപ്പോ എടുക്കണം? ഓക്കെ, നൗ ഗുഡ്സ് ആണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. ഈ സർവീസസ് ആണ്, അതർ സർവീസസ് ആണെങ്കിൽ അവിടെ എന്താണ്? നമ്മൾ എപ്പോഴാണോ ത്രെഷോൾഡ് ലിമിറ്റ് കവർ ചെയ്യുന്നത് അപ്പം മാത്രം രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇ-കോമേഴ്സ് ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താ? തുടക്കം മുതലേ ആൾക്ക് രജിസ്ട്രേഷൻ വേണം. കാരണം അയാൾക്ക് എന്ത് വേണം? TCS ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ. സോ തുടക്കം മുതലേ രജിസ്ട്രേഷൻ വേണം. ഞാൻ സപ്ലയറുടെ കാര്യം പറഞ്ഞത്. സപ്ലയർ എപ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ത്രെഷോൾഡ് ലിമിറ്റ് കവർ ചെയ്യും. എന്താ ത്രെഷോൾഡ് ലിമിറ്റ്? നമുക്കറിയാം, ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം കഴിഞ്ഞാൽ മാത്രം മതി GST എടുക്കല്. സർവീസസ് ആണെങ്കിൽ 20 ലക്ഷം കവർ ചെയ്താൽ മാത്രം മതി GST എടുക്കല്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ആ ടോപ്പിക് ഒന്നുമില്ല. ബട്ട് രജിസ്ട്രേഷന്റെ കാര്യത്തിൽ പറയാം, എപ്പോഴാണ് എടുക്കേണ്ടത്? നമ്മള് ത്രെഷോൾഡ് ലിമിറ്റ് കവർ ചെയ്യുമ്പോഴാണ് സപ്ലയർ എന്ത് ചെയ്യേണ്ടത്? GSTക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇതാണ് TCSനെ കുറിച്ചിട്ടുള്ള ഇമ്പാക്ട്. ക്ലിയർ ആണോ? നൗ നെക്സ്റ്റ്, ഇത് അഗൈൻ റിപ്പീറ്റ് ചെയ്യണോ? വേണോ? ഫുള്ള്? ഓക്കെ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞുതരാം. TCS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. അതൊരിക്കലും ഇൻകം ടാക്സിലെ TCSുമായിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യരുത്. ദാറ്റ് ഈസ് ഡിഫറെന്റ്, ദിസ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, GSTയിലെ TCS ഈസ് ഡിഫറെന്റ്, ഇൻകം ടാക്സിലെ TCS ഈസ് ഡിഫറെന്റ്. ഓക്കെ, ഈ TCS എപ്പോഴാ വരിക? ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സെൽ ഔട്ട് ചെയ്യുമ്പോ 4 തരം സർവീസസുകൾക്ക് എന്ത് വരും? TCS കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊക്കെയാ 4 സർവീസസ്? 1 ഈസ് ഹൗസ് കീപ്പിംഗ് സർവീസ്, സെക്കൻഡ് 1 ഈസ് അക്കോമഡേഷൻ സർവീസ്, തേർഡ് 1 ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസ്, ഫോർത്ത് 1 ഈസ് ഈറ്ററി സർവീസസ്. ഓക്കെ, ഈ 4 സർവീസസുകൾക്ക് നിങ്ങൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം TCS പിടിച്ച് ഗവൺമെന്റിന് അടക്കേണ്ടി വരും. നൗ TCS എന്നാ ഫയൽ ചെയ്യാ? നമ്മള് ഈ മാസം കളക്ട് ചെയ്ത TCS അടുത്ത മാസം 10-ാം തീയതിയുടെ ഉള്ളിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഏത് ഫോമിലൂടെ ഫയൽ ചെയ്യേണ്ടത്? GSTR 8 എന്ന് പറയുന്ന ഫോമിലൂടെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എപ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? എപ്പോഴാണോ ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ രജിസ്ട്രേഷൻസ് അക്വയർ ചെയ്യേണ്ടത്.
ഓക്കെ, ഇനി ഇൻഫോർമേഷൻ വേണോ? ഇനി ഇൻഫോർമേഷൻ വേണമെങ്കിൽ അഡീഷണലി ഞാൻ തരാം, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. ഓക്കെ, അഡീഷണലി എന്താ പറയണത്? നിങ്ങൾ ഈറ്ററി സർവീസസ് ആണ് ഇ കോമേഴ്സിലൂടെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്നാണല്ലോ ഫുഡ് വരിക, നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ആ വരുന്ന ഹോട്ടല് അവര് റൂമും കൊടുക്കുന്ന ഹോട്ടലാണെന്ന് വിചാരിക്കുക. അവിടെ റൂം കൊടുക്കുന്ന വാടക 7500 മുകളിലാണെങ്കിൽ അവിടെ നിങ്ങൾ TCS കളക്ട് ചെയ്യണ്ട. ഓക്കെ, അത്രയ്ക്കൊന്നും നിങ്ങൾക്ക് പോവാനില്ല. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, ഇത് ഇനിയും ഡീപ്പായിട്ട് വേണമെങ്കിൽ പോവാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ സിലബസിൽ ഉള്ളത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് TDS ആണ് അല്ലെ. TDS is something which is called as tax deducted at source. ഈ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്താണ്? അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഗവൺമെന്റ് എന്ന് ഉദ്ദേശിച്ച സ്റ്റേറ്റ് ഗവൺമെന്റ് വരാം, സെൻട്രൽ ഗവൺമെന്റ് വരാം, ലോക്കൽ അതോറിറ്റികൾ പെടാം, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെന്റ് ഒക്കെ പെടാം. അതായത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് വിധത്തിലായിരിക്കണം? ഒരു കോൺട്രാക്ട് ബേസിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കോൺട്രാക്ട് ബേസിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ഇയാൾക്ക് പൈസ കൊടുക്കണമല്ലോ. അയാൾ തരുന്ന സർവീസിന് പൈസയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പിടിച്ച് ബാക്കി മാത്രമേ കൊടുക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? സോ ദാറ്റ് ഗവൺമെന്റ് നോസ് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ പഞ്ചായത്തിനാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നത്. പഞ്ചായത്തിന് നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്, 2.5 ലക്ഷത്തിന് മുകളിൽ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്താ ചെയ്യാ? 2.5 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് 2,45,000 കൊടുക്കൂ, ഓർ സംതിങ് ലൈക്ക് ദാറ്റേ കൊടുക്കുള്ളൂ. അപ്പൊ എന്തുണ്ടാവും? ഒരിക്കലും പഞ്ചായത്തും GST ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒരു ലിങ്ക് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ? ഗവൺമെന്റിന് അറിയില്ല എങ്ങനെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷേ പഞ്ചായത്ത് വേറെയാണ്, GST ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. GST ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല പഞ്ചായത്തിനോട് ഇത് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? TDS പഞ്ചായത്ത് പിടിക്കുന്നു, GST ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നു. GST ഡിപ്പാർട്ട്മെന്റ് ഇത് നേരെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഏതാ സാഹചര്യം TDS വരുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി 2.5 ലക്ഷത്തിൽ കൂടുതൽ ഒരു കോൺട്രാക്റ്റില് ഗവൺമെന്റിന് സർവീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വന്നു? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു. ഓക്കെ, ഇനി TDS എപ്പോഴാ ഫയൽ ചെയ്യേണ്ടത്? സെയിം TCS പോലെ തന്നെ ഒരു മാസം കളക്ട് ചെയ്ത TDS നെക്സ്റ്റ് മാസം 10-ാം തീയതിയുടെ ഉള്ളിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഏത് ഫോമിലൂടെയാണ് ഫയൽ ചെയ്യേണ്ടത്? GSTR 7 എന്ന് പറയുന്ന ഫോമിലൂടെയാണ് ഫയൽ ചെയ്യേണ്ടത്. റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഈ ഫോമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫയൽ ചെയ്യേണ്ടത് ഇതാണ് TDSന്റെ കോൺസെപ്റ്റ്. ഇനി ഇതിൽ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് ഇന്റർ സ്റ്റേറ്റിൽ റെസിപ്പിയന്റ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണ്ടത്. സോ ഫാർ ഇത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, സോ 3 കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക? ദാറ്റ് ഈസ് 1.5 കോടിയുടെ താഴെ നമ്മൾ ഗുഡ്സ് മെയിൻ ആയിട്ട് സപ്ലൈ ചെയ്യുക. 75 lakh ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. 3 സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അവിടെ ഇൻക്ലൂഡഡ് അല്ല. ദാറ്റ് ഈസ് ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ആസാം. ദെൻ ഫയൽ ചെയ്യുന്നത് CMP 08 ക്വാർട്ടർലി ആണ്. ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിലെ 18-ാം തീയതിയാണ് ഫയലിംഗ്. ദെൻ ആനുവലി GSTR 4 ആണ് ഫയൽ ചെയ്യേണ്ടത്. വർഷം കഴിഞ്ഞ് ഏപ്രിൽ 30-ാം തീയതിയാണ് അതിന്റെ ഡേറ്റ് വരുന്നത്. ദെൻ കോമ്പോസിഷൻ സ്കീം അപ്ലൈ ചെയ്തൊരു പേഴ്സൺ അവരുടെ നെയിം ബോർഡിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇൻവോയ്സിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ അവർ നടത്താൻ പാടില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർ ക്ലെയിം ചെയ്യാൻ പാടില്ല. ദെൻ അവര് എയറേറ്റഡ് വാട്ടർ, അതേപോലെ എഡിബിൾ ഐസ്ക്രീം, ടൊബാക്കോ പ്രോഡക്റ്റുകളിൽ അവര് വിൽപ്പന നടത്താൻ പാടില്ല. ഇതൊക്കെയാണ് അതിനുള്ള കണ്ടീഷൻസ്. റേറ്റ് വരുന്നത് നിങ്ങൾ മാനുഫാക്ചറർ ആണെങ്കിൽ 1% ആണ്, നിങ്ങൾ റെസ്റ്റോറന്റ് ആണെങ്കിൽ 5% ആണ്, നിങ്ങൾ സർവീസസ് ആണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ ടേൺ ഓവർ 60 lakhും
റേറ്റ് 6% ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് TCS. TCS എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. എപ്പോഴാണ് TCS വരിക? ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ ഹൗസ് കീപ്പിംഗ് സർവീസസ്, അക്കോമഡേഷൻ സർവീസസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസസ് ഓർ ഈറ്ററി സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ TCS പിടിക്കേണ്ടത്. TCS ഫയൽ ചെയ്യേണ്ടത് GSTR 7 നെക്സ്റ്റ് മന്ത് 10th ആണ് അതിന്റെ ഡേറ്റ്. ദെൻ TCSന്റെ കാര്യം എന്താ അവിടെ പറയണത്? വേറെന്താ? ത്രെഷോൾഡ് ലിമിറ്റ് കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ രജിസ്ട്രേഷൻസ് അക്വയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് TDS, ദാറ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എപ്പോഴാണ് TDS അട്രാക്റ്റഡ് ആവുക? ഏതെങ്കിലും ഒരു വ്യക്തി ഗവൺമെന്റിനോ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത്, ഒരു കോൺട്രാക്റ്റിലൂടെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഒരു നിശ്ചിത ശതമാനം കൺസിഡറേഷനിൽ നിന്ന് പിടിച്ച് അവര് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ഇട്ടുകൊടുക്കും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് TDS. TDS ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? നെക്സ്റ്റ് മന്ത് 10th ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫൈൽഡ് ഇൻ ദ ഫോം GSTR 7. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, സെറ്റ് അല്ലേ? സോ നാളെ ഉണ്ടാവില്ല. നാളെ ഞാൻ ഉണ്ടാവില്ല, വേറെ ക്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അല്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാം. ഓക്കെ. സോ നാളെ 25 അല്ലേ? 26, 27, 28, 29, 30, 31. സോ ഇതിന്റെ ഇടയിൽ ഞായറാഴ്ച ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു വന്നത്. ഓക്കെ. നമ്മൾ ചെയ്യാൻ പോണത്, നമ്മള് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. GST ടോപ്പിക് കഴിഞ്ഞു. ഇനി കമ്പ്യൂട്ടേഷനും മറ്റു കാര്യങ്ങളുമാണ്, അതായത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. സോ ഫുള്ളി ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ. അതായത് മോർണിംഗ് മുതൽ ഈവനിങ് വരെ CMS ഉണ്ടാവില്ല, എൻറ്റയർലി GST ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ. ലീവ് എടുക്കാൻ ഉദ്ദേശിച്ചവർ ലീവ് എടുക്കണ്ട. ഫുള്ളി ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി, ചിലപ്പോൾ നമ്മൾ കവർ ചെയ്ത ടോപ്പിക് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ട ടോപ്പിക് ആയിരിക്കും. അപ്പൊ അവിടെ ഡൗട്ട് വരികയാണെങ്കിൽ അവിടെ ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ. സോ നമ്മുടെ കയ്യിലുള്ള ബുക്ക്, അതായത് അത് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അടങ്ങുന്ന സാധനമാണ്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. GSTയുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻകം ടാക്സിലേക്ക് കിടക്കും. ഓക്കെ. അതായത് October 1 മുതൽ നമ്മൾ ഇൻകം ടാക്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ. അപ്പൊ അതിന്റെ മുമ്പ് ആരൊക്കെങ്കിലും ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കണ്ടു തീർക്കാനും ഒക്കെ ഉള്ള ടൈമാണ് കേട്ടോ. ഓക്കെ. സോ അത് മോർണിംഗ് 10 മണി മുതൽ വൈകുന്നേരം നമ്മൾ 4 മണിയോ 3:30 വാട്ട് എവർ ടൈം, അതുവരെയും നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് നിങ്ങൾ എവിടെ എത്താൻ പോകില്ല. ഫസ്റ്റ് ചിലവർക്ക് ആ ചിന്ത ഉണ്ടാവും മൈൻഡില്, ബട്ട് അത് ഞാൻ ഇപ്പൊ തന്നെ പൊളിക്കുകയാണ്. ഓക്കെ. കാരണം ഈ ബുക്കിലുള്ളതാവണം എന്നില്ല നിങ്ങളോട് ചോദിക്കണം, ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ പ്രിപ്പറേഷൻ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾ പോവില്ല. ഓക്കെ. 3, സെൽഫ് പ്രിപ്പറേഷനിലുള്ള പ്രശ്നം, നിങ്ങൾ അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യൂല. എന്താണ് അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് ഇറക്കുന്നതിനും എക്സാമിന്റെ ഇടയിലും വരുന്ന ചേഞ്ചസ്. അതായത് ബുക്ക് വരുന്നത് ജാനുവരി ആണ്, എക്സാം നടക്കുന്നത് December ആണ്. ഇതിന്റെ ഇടയിൽ GST പല ചേഞ്ചസ് വരും, ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യൂല. ഓക്കെ. സോ ഫസ്റ്റേ പറയാം, ആരെങ്കിലും സെൽഫ് പ്രിപ്പറേഷൻ തിങ്കിങ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ മറന്നേക്ക്, നിങ്ങൾ എവിടെ എത്തൂല 100%. ഓക്കെ. അത് എക്സ്പീരിയൻസ് എന്ന് പറയാണെന്ന് കൂട്ടിക്കോ. ഓക്കെ. സോ അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ. കാരണം നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലെ, നിങ്ങളൊരു 7ഓ 8ഓ അറ്റംപ്റ്റോ എഴുതിയിട്ട് ഫെയിൽ ആവുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം എവിടെ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തു. ഒന്നാമത്തെ വട്ടം നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ബ്ലാങ്ക് ആണ്, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ. നിങ്ങൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബുക്ക്
അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് 100% നിങ്ങൾ കവർ ചെയ്തു. ഇനി എന്താണ് നിങ്ങൾക്ക് ഉള്ളത്? ഇതാണല്ലോ സാധാരണ ഒരാളുടെ തിങ്കിങ് അല്ലെ. 100% നിങ്ങൾക്ക് തന്ന മെറ്റീരിയൽ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ എന്താ ഉള്ളത്? ഓക്കെ, CSET എഴുതിയവർക്ക് കുറച്ചുകൂടി അറിയുണ്ടാവും 100% മെറ്റീരിയൽ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് എക്സാമിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയണത് ബുക്ക് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടെങ്കിലും എത്തും നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് അട്ടർ ഫൂളിഷ്നെസ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ അവസ്ഥ? ബുക്ക് കവർ ചെയ്തു, ഇപ്പൊ നിങ്ങൾ ബുക്ക് കവർ ചെയ്തു, നിങ്ങൾ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ജനറൽ എക്സാംഷനും, ഞാൻ ഒരു എന്റെ അടുത്ത് വന്ന ജനറൽ എക്സാംഷനും സ്പെഷ്യൽ എക്സാംഷനും ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. പക്ഷേ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ 5 ദിവസം 4-5 ദിവസം ആണെങ്കിൽ അതിൽ മാക്സിമം പങ്കെടുക്കുക. പരമാവധി നമുക്കത് ബോറിംഗ് അല്ലാതെ എടുക്കാൻ നോക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ GST സംബന്ധിച്ചിടത്തോളം 40% ആയിരിക്കും നിങ്ങൾക്ക് അതിന് വെയിറ്റേജ് വരിക, 40 to 50 മാക്സ്. ഇൻകം ടാക്സ് ആണ് ബാക്കിയുള്ള 50%. ആ ഇൻകം ടാക്സിലും 5 ഹെഡ്സ് ആണ് അതിലെ 30 മാർക്ക് ഡിറ്റർമിൻ ചെയ്യാം. 5 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 5 ഹെഡുകൾ, അതായത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, PGBP, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡിൽ നിന്നായിരിക്കും 30 മാർക്ക് വരിക. ഓക്കെ, അപ്പൊ GST നിങ്ങൾക്ക് മാക്സിമം സ്കോർ എത്ര? 40 ആണ്. 40 or 50 മാക്സ്. അതിലേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻകം ടാക്സ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും GST എത്ര സിമ്പിൾ, മീൻസ് GST എത്ര ചെറുതായിരുന്നു. ഓക്കെ, അത് ഇൻകം ടാക്സ് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇൻകം ടാക്സിൽ ഒറ്റ ചാപ്റ്റർ ഉണ്ട് PGBP. ആ ഒറ്റ ചാപ്റ്റർ ചിലപ്പോൾ GSTയുടെ ഇത്രയും ലെങ്ത് ഉണ്ടാവും. മീൻസ് ഇത്രയും ടൈം എടുക്കുന്നല്ല, അത് നിങ്ങൾക്ക് ഫീഡായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ ആവും. പക്ഷെ ഇൻകം ടാക്സിൽ നിങ്ങൾ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ എങ്ങനെ അടിപൊളിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ അടിപൊളിയാണ്. അതിന്റെ അടുത്ത ചാപ്റ്റർ ഓൺലി PGBP എന്ന് പറയുന്ന ഒറ്റ ചാപ്റ്റർ 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ആ ഒറ്റ ചാപ്റ്റർ ആണ് ഇൻകം ടാക്സിലെ ഏറ്റവും വൃത്തികെട്ട ചാപ്റ്റർ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോ നമ്മൾ അതിനെ 2 സെഷനായിട്ട്, നമ്മൾ 2-3 സെഷനായിട്ട്, അതായത് 2 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ എന്നുള്ള നിലയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം. ഓക്കെ, അപ്പൊ ഇനി മുതൽ ഒക്ടോബർ ടു നവംബർ, നവംബർ ടു ഡിസംബർ, ആൻഡ് ഡിസംബറിൽ ഒരു 20 ദിവസം, ഇത്രയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഓരോ ദിവസം ഒരു ചാപ്റ്റർ പഠിക്കുക. സ്കാനർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്കാനറത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ ദിവസവും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇല്ലാതെ നിങ്ങൾ പറയണില്ലേ? പക്ഷെ ഇതേ സാധനം നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസം 1 അല്ല 10 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷെ അത് ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും സ്കാനർ കിട്ടാത്തതുണ്ടോ? ഞാൻ ഒരു വട്ടം ഫസ്റ്റിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ ഫസൽ എൻ്റെ അടുത്തില്ലത് അത് ഗ്രൂപ്പിലേക്ക് ഇട്ട് നോക്കുക. എല്ലാ സബ്ജക്റ്റിന്റെയും സ്കാനർ ഉണ്ടാവും. പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അത് മാക്സിമം ചെയ്യുക. കാരണം CMSL പോലുള്ള ഇതില് നമുക്ക് പുറത്തുനിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വിടുന്ന പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേണം ട്രാക്ക് ചെയ്യാൻ. അപ്പൊ അത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ വെക്കേണ്ടത് ഇങ്ങനെയാണ്: ഒരു ദിവസം ഒരു ചാപ്റ്റർ, അതിന്റെ സ്കാനർ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഗോൾഡൻ അറ്റംപ്റ്റ് ആണ്. അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2, 3, 4 നിൽക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റിൽ നിങ്ങൾ ഫ്രഷ് ആണ്. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ ഞാൻ എല്ലാം ചെയ്തല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തോന്നും. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഗോൾഡൻ അറ്റംപ്റ്റ്. അപ്പൊ അത് മാക്സിമം ക്ലിക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്ത അറ്റംപ്റ്റ് മുതൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ റിസൾട്ട് വരിക ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 25 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത് തുടങ്ങുള്ളൂ. ഡിസംബർ കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് റിസൾട്ട്സ് വരിക. ഓക്കെ, അപ്പോ എക്സാം എഴുതി കഴിഞ്ഞാൽ തോറ്റു തന്നെ പ്രതീക്ഷിച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക. അതാണ്
ടാക്ടിക്. ഓക്കെ ശരി. എന്താ ഇതോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് എഴുതുന്നുണ്ട്. രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കാൽക്കുലേറ്റർ ഉപയോഗിക്കാത്തവര് കാൽക്കുലേറ്റർ വെച്ച് ഉപയോഗിച്ചേ പറ്റൂ. രണ്ട്, എഴുതാതെ മനസ്സിലാക്കണവർ എഴുതി പഠിച്ചേ പറ്റുള്ളൂ. എക്സാമിൽ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചിലവരുണ്ടാവും നമ്മൾ ഹിൻ പോയിന്റ് പോലെ ജസ്റ്റ് ഫീഡ് ചെയ്ത് വെക്കണത്, കൈ കടയും. നമ്മള് വിചാരിക്കണ പോലെ അല്ല. നമുക്ക് പറ്റും എന്നൊക്കെ തോന്നും, പക്ഷെ കഴിയൂല. പിന്നെ ലേസി ആയി ഇരിക്കണവര് കുറച്ചും കൂടി ഒന്ന് ഉഷാറാവുക. ചിലപ്പോ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് ഇത് മതി എന്ന് വിചാരിക്കാൻ പാടില്ല. ലൈക്ക് നമ്മളുടെ തലയിലുള്ള എല്ലാ സാധനത്തിനെയും അവിടെ യൂട്ടിലൈസ് ചെയ്യണം. സോ അത് സൂക്ഷിക്കുക. സോ എക്സാം എഴുതുമ്പോഴേ നമ്മൾ പഠിച്ചു പോണ ഒരു സാധനം എവിടെങ്കിലും കുത്തിക്കയറ്റാൻ നമുക്ക് സ്കോപ്പ് കണ്ടാൽ അവിടെ കുത്തിക്കയറ്റും. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച 6 മാസം പഠിക്കുന്ന സാധനം നമുക്ക് എവിടെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഇത് ഇവിടെ ഫീഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫീഡ് ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് വാല്യൂ ഓഫ് സപ്ലൈനെ കുറിച്ചിട്ടായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ സപ്ലൈ എന്താന്ന് എഴുതാം. ഓക്കെ, സപ്ലൈ എന്താന്ന് എഴുതാം, കൺസിഡറേഷൻ എന്താന്ന് എഴുതാം. സോ എവിടെയൊക്കെയാണോ നമുക്ക് അവിടെ ഗ്യാപ്പ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ ഒന്നുമില്ലെങ്കിലും ഒരു കാര്യം വാല്യുവേറ്റർക്ക് മനസ്സിലാവും. എന്ത്? ക്വസ്റ്റ്യന്റെ ഉത്തരം അറിയില്ലെങ്കിലും ഇവൻ എന്തൊക്കെയോ അറിയാം. ഓക്കെ, സോ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി എങ്ങനെ ECIPL ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ECIPL കംപ്ലീറ്റ് ചെയ്യാം. ഈവനിങ്ങിൽ ഒരു 2 hour, മോർണിംഗിൽ പറ്റുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 minutes. ഒരു 5 മണിക്കൊക്കെ എണീക്കണവർക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, 5 to 7. കാരണം മോർണിംഗ് 5 മുതൽ 7 വരെയാണ് ഏറ്റവും നല്ല സമയം എന്നൊക്കെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെയാണ് പറയാറ്. ഓക്കെ, ഞാനോ നന്നായി പഠിച്ചിരുന്നു. ഞാൻ പഠിച്ചാ ചിലപ്പോ നിങ്ങള് ടൈം ലൈക്ക് സ്റ്റഡി ലീവിന്റെ സമയത്തുള്ള ടൈമാണോ ചോദിക്കണേ, ക്ലാസിന്റെ ടൈമുള്ള സമയത്ത്? ക്ലാസിന്റെ സമയത്ത് ഞാൻ എങ്ങനെ പോയാലും 6-7 മണിക്കൂർ ഓടിക്കും. 6-7 മണിക്കൂർ ഓടിക്കും ക്ലാസ്സുള്ള സമയം. ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് മോർണിംഗ് 6 to 9, ഈവനിങ് വന്നിട്ട് 6 to 9. മോർണിംഗ് 6 to 9, ഈവനിങ് 6 to 9 ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. സോ ക്ലാസ് കഴിഞ്ഞ ഒരു 5 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും. അതായത് 2 ക്ലാസിന്റെ ഇടയിൽ ഒരു 5 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും. ക്ലാസ് കഴിഞ്ഞു വന്നാൽ പിന്നെ അലക്കലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിക്ക് എണീറ്റിട്ട് ഒരു 1-2 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് ക്ലാസ് നടക്കുന്ന സമയത്ത്. ക്ലാസ് ഇല്ലാത്ത സമയത്ത് 16-17 മണിക്കൂറൊക്കെ എത്തും. ഓക്കെ, അല്ല അത് ഞാൻ അവിടെ പറയാതിരുന്നു. സോ അത് നമ്മൾ നോക്കണ്ട. അത് ലൈക്ക് എന്താ പറയാ, 2 സാഹചര്യങ്ങളാണ്. സോ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണ്ട. പക്ഷെ മിനിമം അതിനുള്ള മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് പാസ്സാവാനുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ പഠിച്ചതെന്ന് വെച്ചാല് ലൈക്ക് എന്താ പറയാ, നമ്മളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾക്ക് കോമ്പറ്റീഷൻ ഇല്ലല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ 100-800 കുട്ടികളുടെ ക്ലാസ് ആണ്. സോ നമുക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ഇവിടെ അങ്ങനെയല്ല. സോ ഇവിടെ നിങ്ങൾക്ക് വേറൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവും. ലൈക്ക് അമ്മയും അച്ഛനും സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ തൊട്ട് കാണുന്നതും വൈകുന്നേരം പോയി കിടക്കുന്നത് വരെ കാണുന്ന കാഴ്ച കുട്ടികൾ പഠിക്കുന്നതാണ്.
സോ ഓബ്വിയസ്ലി ഞാനും പഠിക്കും. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, സോ ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തോന്നുകയാണ് എന്തുകൊണ്ടാണ് പാസ് പെർസെൻറ്റേജ് ഇത്ര കുറയണത് എന്ന് തോന്നുന്നതിന്റെ കാരണം കോഴ്സ് അങ്ങനെയാണ്. ഓക്കെ, രണ്ട്, ഏറ്റവും കുറവ് ആൾക്കാർ കേരളത്തിൽ നിന്ന് പാസ്സാവണതിന്റെ കാരണം ബിക്കോസ് പുറത്തുള്ളവർ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. സോ അതുകൊണ്ട് ഏറ്റവും നിങ്ങൾ പുറത്ത് പോയിട്ടൊന്നും എക്സാം എഴുതരുത്, മെട്രോ സിറ്റികളിലൊന്നും പോയിട്ട് എക്സാം എഴുതരുത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വില്ലേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എക്സാം എഴുതാം. ബിക്കോസ് അവരുടെ സ്റ്റാൻഡേർഡിന് ഒത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഡൽഹിയിൽ പഠിച്ച ഒരു കുട്ടി, അയാൾ ഒരു 5-6 മണിക്കൂറിന്റെ പൊട്ടൻഷ്യൽ ഡെയിലി ഇടുന്ന ഒരാളുടെ പേപ്പർ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പേപ്പർ വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി വാല്യുവേറ്റർ രണ്ടാമത്തെ പേപ്പർ എങ്ങനെയായിരിക്കും വാല്യൂ ചെയ്യാന്ന് നിങ്ങൾക്ക് തന്നെ ഓർക്കാം. ഓക്കെ, ശരി.